ഏവർക്കും നമസ്കാരം. ഈ തിരുവോണ നാളുകൾ നമുക്ക് വളരെ ആഹ്ലാദവും സന്തോഷവും ഉത്സവവും ഒക്കെയാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ തിരുവോണ ദിനം കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഉണ്ടായ വാഹനാപകടം. ഇതൊരു വാഹനാപകടം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു കൊലപാതകമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാം ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയും ചാനൽ വഴിയൊക്കെ കണ്ടു കാണും. പക്ഷേ കേരള സമൂഹത്തിന് ആ ദിവസത്തിൻ്റെ നല്ലൊരു ദിവസത്തിലെ ആ ഒരു സുദിനത്തിലെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു. ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നിട്ടും ഒരു ജീവൻ സംരക്ഷിക്കേണ്ട ഡോക്ടർ എന്താണ് അവിടെ പ്രവർത്തിച്ചത്? നമ്മുടെ ഈ സമൂഹം എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അവരുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പേ നമുക്ക് ആ നടന്ന സംഭവമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടത്തെ തുടർന്ന് മരണമടഞ്ഞ 45-കാരിയുടെ മൃതശരീരം ഇപ്പോൾ ശാസ്താംകോട്ട മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വാഹനം ഇടിച്ച് അപകടം ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷേ അപകടത്തിൽ പെട്ടവരെ നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ളൊരു മാനുഷികമായ ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു ആ സമയത്തുണ്ടാകുന്ന പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ നഷ്ടമായത്. കൂടെ ഒരു ഡോക്ടറുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാം. ഇവരൊരു ഡോക്ടറാണോ എന്നുള്ളത് ഇനിയും മെഡിക്കൽ ബോർഡും ഒക്കെ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അവിടെ ഉണ്ടായപ്പോൾ ആളുകൾ ഓടിക്കൂടിയിട്ട് മുന്നോട്ടെടുക്കരുത് അല്ലെങ്കിൽ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ദേഹത്ത് കയറുമെന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോലും അത് ചെവിക്കൊള്ളാതെ ഒരു ഡോക്ടർ അതിന് പ്രേരണ കൊടുക്കുക, അതായത് കൊലപാതകത്തിന് മരണത്തിലേക്ക് നയിക്കുന്നതിന് പ്രേരണ കൊടുത്ത ഒരു കാഴ്ചയാണ് അവിടെ നടന്നത്. മനഃപൂർവ്വമായ നരഹത്യാ വകുപ്പും അതുപോലെ തന്നെ ഈ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ പ്രേരണ, അത് പ്രേരണയാണ്. ഈ പ്രേരണയിൽ അടിസ്ഥാനത്തിൽ നരഹത്യ നടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. സ്വാഭാവികമായും ഇത് ശ്രീകുട്ടിക്കെതിരെ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. നമ്മുടെ ഈ ഓണ ദിവസങ്ങളൊക്കെ മദ്യത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. ബിവറേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം കച്ചവടം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ മദ്യമൊക്കെ കഴിച്ചോട്ടെ, അവരുടെ സ്വകാര്യമായ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് വഴിവെക്കിൽ നിന്നൊക്കെ പരസ്യമായിട്ട് 3 പേരാണ് ഇവിടെ മദ്യപിക്കുന്നത്. ഇപ്പോൾ 2 പേരാണ് ഇതിനകത്തിൽ പ്രതികളായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരാൾ എവിടെയെന്ന ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. ഈ മദ്യം പരസ്യമായി മദ്യപിച്ചതിന് ശേഷമാണ് ഈ വണ്ടി മുന്നോട്ടെടുക്കുകയും ഈ കുഞ്ഞുമോൾ എന്ന സ്ത്രീയെ വളരെ ആഘാതത്തിലൂടെ കൂടെ ഇവർ തെറിച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ പുറത്ത് വീണ ആ ഗ്ലാസ് പൊട്ടിയ രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടാണ് പുറകോട്ട് എടുത്തപ്പോഴാണ് ഈ ജനം കരഞ്ഞപേക്ഷിച്ചിട്ടും ഒരു ഡോക്ടർ പ്രേരണ കൊടുത്ത് മുന്നോട്ട് പോയി. ആ വാഹനത്തിൻ്റെ സ്പീഡും ആ വാഹനത്തിൻ്റെ പോക്കുമൊക്കെ എന്താ ഇവർ ചെയ്തിട്ടുള്ളത്? സ്ഥലത്ത് സംഭവം ഇല്ലാതെ ഞാനിങ്ങോട്ട് വരുന്ന സമയത്താണ് എൻ്റെ വാഹനമായി ആ ഇടിച്ച വണ്ടി ഇവിടെ നിർത്താതെ പോയിട്ട് ഇടിച്ച വ്യക്തി സ്ത്രീയുടെ പുറത്തുള്ള വാഹനം കയറ്റി ഇറക്കിക്കൊണ്ട് അവർ പോകുമ്പോൾ ഞാൻ വേറെ വാഹനമായിട്ട് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ വണ്ടി ഇടിക്കേണ്ടത്. ആ വേറെ മതിലേ പോയാണ് ആ വണ്ടി ഇടിച്ചത്. വീണ്ടും മതിലിടിച്ചു പിന്നെ വീണ്ടും നിർത്താതെ അങ്ങ് പോയിരിക്കുകയാണ്, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് വലിയ സംഭവങ്ങളായി അറിയുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ അത് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അടുത്ത ഒരു സ്ത്രീ നടത്തുന്ന ഒരു വിന്ധ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കടയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിയ ശേഷം റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എതിർ ദിശയിലേക്ക് വന്നാണ് ആ വാഹനം ഇടിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നമുക്ക് ആ സ്ത്രീ പറയുന്നതൊക്കെ കേട്ടോ. അവരുടെയൊക്കെ ജീവച്ഛവമായ ഒരു അവസ്ഥയാണിപ്പോൾ. നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന ഇത്തായിരുന്നു. അങ്ങനെ സാധനം വാങ്ങിച്ച് ഒരുപാട് നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറിൽ വന്ന്, അപ്പോൾ അനിയത്തിയുടെ പുറകെ കയറി ഇരുന്നിട്ട് അവർ ക്രോസ് ചെയ്യുക, ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോൾ തന്നെ ആ വണ്ടി വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ വന്ന് ആ ഇത്തായി ഇടിച്ചിട്ട് അനിയത്തി അപ്പുറത്തോട്ടും വീണ് ഇത്ത റോഡിലോട്ടും വീണ്. ഇപ്പം അടിയിലോട്ട് പെട്ടതേ ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ആ ഇത്തായി വലിച്ച് എടുക്കാമായിരുന്നു. ഇയാൾ അത് കേൾക്കാതെ 2-3 തവണ വണ്ടി പുറകോട്ട് മുന്നോട്ട് വിട്ട് ഉരച്ചിട്ട് ആ ഇത്തായുടെ ദേഹത്തൂടെ കയറ്റി അതിക്രൂരമായിട്ടായിരുന്നു അത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായ സുഖമില്ലാത്ത ഇത്തായ അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായെ അയാൾ കൊന്ന്.
ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ. പിന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവന് വില കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡോക്ടറുടെ അനുമതിയോടുകൂടിയാണല്ലേ ഇത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ടാണ് അവർ ആയിത്തയെ കൊന്നത്. ഇവിടെ നിന്ന് ഈ സംഭവം കഴിഞ്ഞ് അവർ പോയത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതായത് ടേണിംഗ് ഒക്കെ തിരിയുന്ന കണ്ടു കഴിഞ്ഞാൽ റോങ്ങായിട്ട് മദ്യപിച്ച ഒരു പാർട്ടികളാണ്. രണ്ടാമത് ഇതിനേക്കായി വലിയ വേറൊരു സ്കൂട്ടറെ ഇടിച്ചിട്ടുണ്ട്. അതൊരു കാറിൻ്റെ സൈഡ് ഗ്ലാസ് തകർത്തിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പോയിട്ടുള്ള കാഴ്ചകളും വളരെ എന്തുവാ അതിന് പറയേണ്ടത്. എത്ര ഒരു ചിലപ്പോൾ ഓണാഘോഷത്തിനൊക്കെ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ആയിരിക്കും റോഡിൽ കൂടെ പോകുന്നതൊക്കെ. ഒരു വലിയ മറ്റൊരു ദുരന്തം ഒഴിവായത് ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതാണ് അവരുടെ പോക്കവിടെ. മനഃപൂർവ്വമായ നരഹത്യാ വകുപ്പും അതുപോലെ തന്നെ ഈ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ പ്രേരണ, അത് പ്രേരണയാണ്. ഈ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ നരഹത്യ നടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. സ്വാഭാവികമായും ഇത് ശ്രീകുട്ടിക്കെതിരെ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. കാർ ഓടിച്ച അജ്മൽ മദ്യപിച്ചിരുന്നു എന്നുള്ളതല്ല, അതിനപ്പുറം ഇയാൾ പല കേസിലെയും പ്രതിയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരാളാണ് ഡോക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, ശ്രീകുട്ടി എന്ന് പറയുന്നത് അവരുമായിട്ട് കാഷ്വാലിറ്റി കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലെ വലിയത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ വന്ന ഒരു പരിചയത്തിൻ്റെ പുറത്തുണ്ടായ സൗഹൃദമാണ് ഈ രീതിയിലേക്ക് അവരുടെ ബന്ധം പോയിട്ട്. ശ്രീകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടുകാരവരെ ഉപേക്ഷിച്ച രീതിയിലാണ്. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ശ്രീകുട്ടിയെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ഇവരെ സംരക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും വരാത്തൊരവസ്ഥയാണ്. ഇവർ ഒരു വിവാഹം കഴിച്ചതാണെന്നും ഇവർ ഡിവോഴ്സ് ആണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നൃത്ത അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാണ് ഈ ശ്രീകുട്ടിയുടെ അടുത്ത് പരിചയപ്പെട്ടെന്ന് പറയുന്നു. ഏതായാലും ശരി, ശ്രീകുട്ടിയെ അയാൾ എല്ലാ രീതിയിലും ഉപയോഗിച്ചു. ശാരീരികമായും മറ്റ് സ്രോതസ്സുകൾ, അതായത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ട്രാൻസാക്ഷനൊക്കെ ഏതാണ്ട് 8 ലക്ഷം രൂപയുടെ ഇടപാടുകൾ ശ്രീകുട്ടിയിൽ നിന്ന് ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വന്ന ഒരു ഡോക്ടർ, ഇവരൊക്കെ ഒരു ഡോക്ടറായിട്ട് ഒരു ഇത്രയും സംസ്കാരമുള്ളൂ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവർക്കൊക്കെ എത്തിക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. എന്താണ് ഇവരുടെ എത്തിക്സ്? ഇത് ഇവരെ ഒരു ശിക്ഷയിൽ നിന്ന് ഇപ്പോൾ ഇവർ 2 ദിവസം കഴിയുമ്പോൾ കേസ് നടക്കും. പക്ഷേ അതല്ല, ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ്, ഈ ക്വാളിഫിക്കേഷൻ, MBBS എന്ന ക്വാളിഫിക്കേഷൻ അത് സത്യസന്ധമായി ഉള്ളതാണോ എന്ന് പോലീസ് പരിശോധിക്കണം. രണ്ടാമത് ഇതിന് മെഡിക്കൽ ബോർഡ് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് ഇനി എന്തായാലും ശരി ഇവരുടെ ഡോക്ടറായിട്ട് തുടരാൻ ഇവർ അർഹയല്ല. അതുകൊണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ക്യാൻസൽ ചെയ്യണം. ഇതൊക്കെ നിങ്ങളോട് ഇതിനൊക്കെ അഭിപ്രായം പറയണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരണം. അതുകൊണ്ട് നിങ്ങളും ഇതിന് കമൻറ്റ് ചെയ്യുക. അപ്പം അതിനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. വലിയത്ത് ഹോസ്പിറ്റലിലെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ അപകടം വരുത്തിയ കാറിലുണ്ടായിരുന്നത്. ഇതാണ് ഫൗസിയ ഓടിച്ചിരുന്ന സ്കൂട്ടർ. ഈ സ്കൂട്ടറിലാണ് ഫൗസിയയുടെ സഹോദരിയായ കുഞ്ഞുമോളെ കയറ്റിയിരുന്നത്. കുഞ്ഞുമോൾ പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. ഫൗസിയുടെ കൈക്ക് ഒടിവുണ്ട്. കുഞ്ഞുമോൾ നിലത്ത് വീണ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കാറ് നിർത്താതെ പോകുകയായിരുന്നു. നല്ലൊരു കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്ത്. ശരിയാണ്, ഇങ്ങനെയുള്ള എങ്ങനെ നമ്മുടെയൊക്കെ മനസ്സുള്ളവർക്കും നമുക്ക് ഹൃദയമുള്ളവർക്കും നമുക്കിത് എങ്ങനെ കേൾക്കാനും കാണാനും പറ്റുന്ന ഒരു കാര്യമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകുട്ടി ജോലി ചെയ്ത വലിയത്ത് ഹോസ്പിറ്റൽ നല്ലൊരു ഫേമാണത്. അവരുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാകുന്ന രീതിയിൽ അവരെ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമല്ല, ഇതൊരു പ്രൈവറ്റ്. അവർക്ക് നാളെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ലേ? ഇവരുടെ ജോലി സാധ്യത ഇവർക്ക് ജാമ്യം കിട്ടിയാൽ പോലും ഇപ്പോൾ 2 പേരും റിമാൻഡിലായിട്ടുണ്ട്. 14 ദിവസം അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുകയാണ്. പക്ഷേ ഇവരെ മാറ്റി റിമാൻഡ് കാലാവധി കഴിഞ്ഞാലും ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നിയമം അനുവദിക്കരുത്. അതാണ് വേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം സിറ്റി പോലീസ് കമ്മീഷണറോട് റൂറൽ പോലീസ് കമ്മീഷണറോട് ഇതുമായി റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. നമ്മൾ ആ സ്കൂട്ടർ
കുഞ്ഞുമോള് പോയ സ്കൂട്ടർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു സൈഡ് ഇടിച്ച് തകർത്തിട്ടാണ് ഒരു സംഭവിച്ചിട്ടുള്ളത്. അത്ര ഭയാനകമായ രീതിയിലുള്ള ഇടിയാണ്. അവരെന്നിട്ട് ഈ സ്കൂട്ടർ വളരെ ദൂരത്തേക്ക് തെന്നിപ്പോവുകയാണ്. എന്നിട്ട് ഇവർ ഇതിൻ്റെ അടിയിൽ കയറുകയും ആ സമയത്താണ് നമ്മളുടെ നാട്ടുകാർ എല്ലാ ദുരന്തമുഖത്തും നമുക്കറിയാം വയനാട് ദുരന്തമൊക്കെ സംഭവിച്ചപ്പം ഇപ്പോഴും അവിടെ സേവന പ്രവർത്തനമായിട്ട് എത്രയോ ആൾക്കാരാണ്. അന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസാക്ഷി അത്രയും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കേരള സമൂഹമാണ്. എല്ലാവരും ഓടിച്ചെന്ന് പറയുകയും പുറകോട്ടെടുക്കട്ടെന്ന് പറയാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവരുടെ ശരീരത്തിൽ കയറുമ്പോൾ കാറ് ഒരു ജമ്പ് ചെയ്യുന്ന മാതിരിയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എത്ര മൃഗീയമായ കാര്യമാണ്. ഇതിന് എന്താ പറയേണ്ടത്? ഇതൊക്കെ ജനം അവർ നിർത്തിയിരുന്നെങ്കിൽ അവർ ജനം കൈകാര്യം ചെയ്തില്ല. പക്ഷേ അതിനപ്പുറം ഒരു ഡോക്ടർ, ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഡോക്ടർ അതിന് പ്രേരണ കൊടുക്കുക. ഇത് കൊലപാതക കുറ്റമായിട്ട് തന്നെയാണ് പോലീസ് FIR ഇട്ടത്. ഇത് പോലീസിനെതിരെയും ഒരു കാര്യമുണ്ട്. മണിക്കൂറുകൾ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ FIR പോലും ഇട്ടിട്ടുള്ളത്. അതൊരു എന്തിനാണ് ഈ പോലീസ് ഇത്രയും താമസിപ്പിച്ചെന്നുള്ളതാണ്. പിന്നെ ഇപ്പം IPC ഒക്കെ മാറി പുതിയ വകുപ്പുകളാണ് അതിനകത്തുള്ള പുതിയ നമ്മുടെ നിയമവ്യവസ്ഥകൾ മാറിയിട്ടുള്ള നരഹത്യയ്ക്കുള്ള മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്കുള്ള ബോധപൂർവമുള്ള നരഹത്യ അല്ലെ കൊലപാതകത്തിലേക്കുള്ള നിയമങ്ങളാണ്. അല്ലെങ്കിൽ FIR ഇട്ടേക്കുന്ന ആ ഒരു രീതിയിലാണ്, നല്ല രീതിയിലാണ് FIR ഇട്ടിട്ടുള്ളത്. ഇനിയും ഇത് 2 ആഴ്ചയ്ക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിയമം അവർക്ക് കടുത്ത ശിക്ഷ നൽകി ഇത് സമൂഹത്തിന് നാളെയും ഇത് കാണുന്ന നമുക്കറിയാം ഇന്ന് യുവാക്കളൊക്കെ 2 വീലറൊക്കെ പോകുന്ന കാഴ്ചകൾ എല്ലാവർക്കും ഇതിൻ്റെ നിയമം വരുന്ന കടുത്ത ഒരു നിയമ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ നിയമത്തിലൂടെ കടുത്ത ഒരു ശിക്ഷ എത്രയും പെട്ടെന്ന് കൊടുത്ത് നമ്മുടെ സമൂഹത്തിന് ആ ശിക്ഷയിൽ നിന്ന് ചില മാറ്റങ്ങൾ ഇനിയും ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന ഉത്സവ കാലങ്ങളൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് ഉത്സവ കാലങ്ങളാണ് വരുന്നത്. ഇതെല്ലാം ഉത്സവം എന്നൊക്കെ പറയുന്നത് നമുക്ക് മദ്യത്തിൻ്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ലഹരിക്ക് അടിമയാണ് നമ്മുടെ കേരളം ഇന്ന്. കൊച്ചു കുട്ടികൾ പോലും MDMAയും മറ്റുമായി പോകുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം ഒരു തടയിടുവാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈ ഒരു അപകടത്തിൻ്റെ ബാക്കി പത്രങ്ങൾ വരുന്ന ശിക്ഷയും മറ്റും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.